ജുവാൻ ഐലൻഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ന്യൂലി ഓപ്പൺഡ് ഏരിയയാണ് കേട്ടോ ഖത്തറിൽ. ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്രിസ്റ്റൽ വോക്ക് ഉണ്ട്. അതായത് ഇതിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ക്രിസ്റ്റൽ വാക്കുവാണ്. അതായത് ക്രിസ്റ്റൽ കൊണ്ടിട്ട് ഓരോ തീമിൽ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കാണ്. കാണിച്ചു തരാം. ലാർജസ്റ്റ് ഔട്ട്ഡോർ എയർ കണ്ടീഷൻ്റെ മുകളിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പോൾ ഖത്തറിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ജുവാൻ ഐലൻഡിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. ക്രിസ്റ്റൽ വാക്ക് വേ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ. ഇത് ക്രിസ്റ്റൽ തീമിലാണ് ഈ വാക്ക് വേ ഫുള്ള് ചെയ്തേക്കുന്നത്. ഒരു 450 മീറ്റേഴ്സ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ വാക്ക് വേ. ഇത് കണ്ടോ, വാക്ക് വേയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനത്തെ ക്രിസ്റ്റൽ ഫ്ലോർ ബോക്സസ് കാണാം. ഇങ്ങനത്തെ 180 ക്രിസ്റ്റൽ ഫ്ലോർ ബോക്സസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ തീമെന്ന് പറയുമ്പോൾ ഡെസേർട്ട്, സീ, ഫോറസ്റ്റ്, സ്നോ, മിഷനറി, അങ്ങനെ പല തീമിലാണ് ഈ ഓരോ ക്രിസ്റ്റൽ ഫ്ലോർ ബോക്സസും ചെയ്തേക്കുന്നത്. ഇത് ഫുള്ള് കാറ്, ഇത് ക്രിസ്റ്റൽ വൺ, ഇത് ഫുള്ള് ഹെലികോപ്റ്റേഴ്സ്, അങ്ങനെ ഓരോ തീമിലാണ് ഇവരിത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇവിടെ തൊട്ട് ഇതിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഈ ഫ്ലോറിൽ ഇവരിത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ എയർ കണ്ടീഷനിലാണ്ടോ, ഭയങ്കര തണുപ്പ് അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും. ഇവിടെ ഖത്തറിൽ നല്ല ചൂടുകാലമാണ്, പക്ഷേ ഇപ്പം എന്നിട്ട് പോലും ഭയങ്കര തണുപ്പാണ്. വാക്വേയിൽ ഒരു 20 to 23 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അകത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ഇങ്ങനെയുള്ള എയർ കണ്ടീഷൻഡ് സ്പേസസ് ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ പോയത് വീക്കെൻഡ് കൂടിയായിരുന്നു, അപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ പൊക്കത്തൂടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ചവിട്ടി നടക്കായിരുന്നു. എന്നിട്ട് പോലും എപ്പോഴും ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. പേൾ ഖത്തറിൻ്റെ അടുത്തായിട്ടാണ് ഈ ജുവാൻ ഐലൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് നിങ്ങൾ കാറിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫ്രീ പാർക്കിംഗ് സ്പേസസ് ഉണ്ട്. അതെല്ലാം മെട്രോയിലാണ് വരുന്നതെങ്കിൽ റെഡ് ലൈൻ മെട്രോ ടുവേർഡ്സ് ലുസൈൽ QNB സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു ടാക്സി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരു 5 to 10 മിനിറ്റ്സിൽ എത്താൻ പറ്റും. നല്ല തണുപ്പാണ് ഇവിടെ. നല്ല കാറ്റാണ് ഇവിടുന്ന് കൊടുത്തേക്കുന്നത്. ഓപ്പൺ എയർ കണ്ടീഷനിങ് കൊടുത്തിട്ടുണ്ട്. ണ്ടോ ഇവിടെ നിന്നാണ് ഈ കാറ്റ് വരുന്നത്. നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കുമ്പോൾ, മൊത്തത്തിൽ തണുപ്പാണ് ഇവിടെ. 45 ഹണികോം ഡിസൈൻ ക്രിസ്റ്റൽ കാനോപ്പീസ് ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് പൊക്കത്ത് കാണാൻ പറ്റുന്നില്ലേ, അതിങ്ങനെ ലൈറ്റൊക്കെ കൊടുത്ത് ഇവിടെ നിർത്തിയേക്കുവാണേ. അതായത് 40,000 സ്ക്വയർ മീറ്റർ ഷെയ്ഡ് ഇത് കൊണ്ടിട്ട് തരുന്നുണ്ട് ഈ കാനോപ്പീസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാക്ക് വേ ഫുള്ള് ഷെയ്ഡഡ് ആയിട്ട് നിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഏരിയ ഫുള്ള് പോളാർ വെയർ, ആർട്ടിക്, അന്റാർട്ടിക് ഒരു തീമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സീറ്റിംഗ് ഏരിയാസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിനുള്ളത് റെസിഡൻഷ്യൽ വില്ലാസും അതുപോലെ തന്നെ ഓഫീസസും ഒക്കെയാണ് ഇവിടെ ചുറ്റുമുള്ളത്. ഇതുണ്ടോ പോളാർ ബിയറും പെൻഗ്വിൻസും ഒക്കെ. ഇതുണ്ടോ സ്നോമാൻ, ക്രിസ്മസ് തീമിലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ക്രിസ്റ്റലാണ്. അതുകൊണ്ട് അവിടെ ഒരു ഗ്ലാസ് ബോക്സിൽ ക്രിസ്റ്റൽ തീമിൽ തന്നെ UDCയുടെ പ്രൊജക്ട്സ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടോ നല്ല ഡീറ്റെയിലിങ്ങിലാണ് അവർ ചെയ്തേക്കുന്നത്. മിനി ഡീറ്റെയിൽസ് വരെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ മിനി വാട്ടർ ഫൗണ്ടെയിൻസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുമേ. ഇതൊക്കെ ഡെസേർട്ട് തീമായി തുടങ്ങി, ക്യാമലും കാര്യങ്ങളൊക്കെ, പാം ട്രീസും ക്യാമലും. ഇനി അങ്ങോട്ട് ഫുള്ള് ഒട്ടകത്തിനെ നോക്ക്. ഒട്ടകത്തിനെ കണ്ടു, ക്രിസ്റ്റൽ ക്യാമൽ. അതുണ്ടോ ക്രിസ്റ്റൽ ക്ലോക്ക് ടവർ ആണിത്. ഐസക്ക് അവിടെ ചെന്നിട്ട് ഐസക്കിൻ്റെ വായിച്ച് നോക്കുക കറക്റ്റ് ടൈമിലാണോ അവർ ഇട്ടേക്കുന്നത്.
25 മീറ്റർ ഹൈ ആണ് ഈ ക്ലോക്ക് ടവർ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റിലാണ് ഇങ്ങനത്തെ ക്ലോക്ക് ടവർ രണ്ടെണ്ണം ഉള്ളത്. ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പ്ലേ ഗ്രൗണ്ട് ആണ്, എൻ്റർടൈൻമെൻറ്റ് ഏരിയ. ഇതുണ്ടോ, ഇവിടെ എത്തുമ്പോഴത്തേക്കും തീം മാറി ഓഷ്യൻ തീമായി. ഫുൾ ഓഷ്യൻസ്, മറൈൻ അക്വേറിയംസ് ഒക്കെ. ഇതുണ്ടോ, ഇത് ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ് ഈ ഐലൻഡിൽ. നമുക്ക് ഗ്ലാസ് ആണിത്. ഗ്ലാസ് കൊണ്ട് അവരങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തേക്കുവാണ്. അവിടെ മൊത്തം നോക്ക്, ഇവിടെയൊക്കെ ഇതൊക്കെ ഗ്ലാസ്സിൽ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഇവിടുത്തെ റെസിഡൻഷ്യൽ വാക്ക്വേ ആണ്, പബ്ലിക്കിൽ ഓപ്പൺ ആണ്. ഈ ജുവാൻ ഐലൻഡ് ഇപ്പോൾ ഫ്രീ ആണ്. ഫാമിലി ആയിട്ടാണേലും ബാച്ചിലേഴ്സിനും അലൗഡ് ആണെന്ന് തോന്നുന്നു അല്ലേ. എല്ലാവർക്കും ഇത് ഇവിടെ ഫ്രീ ആണ്. ഇപ്പോൾ ഇത് ന്യൂലി ഓപ്പൺഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കറിയില്ല എൻട്രി ഫീസൊക്കെ വരുമെന്ന്. പക്ഷേ ഇപ്പം എന്തായാലും ഫ്രീ ആണ്. നിങ്ങൾ വന്ന് കാണാൻ നോക്കുക. ഇവിടെ നല്ല രസമാണ്. പിന്നെ ചൂട് കാലത്താണെങ്കിലും വരാൻ കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ബാക്കി അടുത്തേക്കൊക്കെ പോകാനായിട്ട് വാട്ടർ ടാക്സി ഉണ്ട് ഇവിടെ. നിങ്ങളാ കാണുന്ന കളേർഡ് ബിൽഡിങ്സ് ആണ് ഖത്തറിലെ അടുത്തൊരു ഫേമസ് ഡെസ്റ്റിനേഷനാണ് പേൾ ഖത്തർ. ആ ബ്രിഡ്ജൊക്കെ കണ്ടോ, അതൊക്കെ നമുക്ക് ഒരു ദിവസം അവിടെ പോവാം. ഇതിപ്പോൾ ഞങ്ങൾ മറ്റേ ഐലൻഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളും വന്ന് കാണാൻ നോക്കുക. ഞങ്ങൾ പോവാണ് ഇവിടെ നിന്ന്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.